Hello students, welcome to the class of graph theory. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് എന്താണ് എന്നുള്ളത് ഡെഫിനിഷൻ വിത്ത് ആൻ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് അതിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു തിയറം എന്താണെന്ന് നോക്കാം. ഈ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സിനകത്ത് നമുക്ക് ഒരു സബ് മെട്രിക്സ്, അതായത് ഡെഫിനിഷൻ ഒന്നുകൂടി ഞാൻ റീകോൾ ചെയ്യാം. എ സബ് മെട്രിക്സ് ഓഫ് എ സൈക്കിൾ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ റോസ് കൊറസ്പോണ്ട്സ് ടു എ സെറ്റ് ഓഫ് ഫണ്ടമെൻ്റൽ സൈക്കിൾസ്. അതായത് ഒരു സ്പാനിങ് ട്രീ നമ്മളിവിടെ കൺസിഡർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കോഡ് എഡ്ജസ് അത്രയും നമ്മൾ എടുത്തതിന് ശേഷം ഓരോ കോഡ് എഡ്ജും നമ്മൾ ഇതിൽ ജോയിൻ ചെയ്താൽ ഒരു സൈക്കിൾ ഫോം ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ഫണ്ടമെൻ്റൽ സൈക്കിൾ. ആ സൈക്കിളിനെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിൽ നമുക്ക് എത്ര സൈക്കിൾസ് ഉണ്ടോ ആ സൈക്കിൾസ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്തതിന് ശേഷം ഈ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് BF നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. അതിൽ ഇത് നമ്മൾ കോഡ് എഡ്ജസിനെ ഒരു സൈഡും മറ്റൊരു സൈഡ് സ്പാനിങ് ട്രീയുടെ എഡ്ജസുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ റോ വൈസ് നമ്മൾ എടുക്കുന്നത് ഓരോരോ ഫണ്ടമെൻ്റൽ സൈക്കിൾസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഫണ്ടമെൻ്റൽ സൈക്കിൾ വിത്ത് റെസ്പെക്ട് ടു ദ കോഡ് എഡ്ജ് ആൻഡ് ദ സ്പാനിങ് ട്രീ എഡ്ജസ് ഫോംസ് എ സൈക്കിൾ എന്നുള്ള രീതിയിൽ നമ്മളൊരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്ത് എടുക്കുന്നു. അപ്പോൾ അതാണ് ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ സൈക്കിൾ മെട്രിക്സ്. അപ്പോൾ റാങ്ക് ഓഫ് എ സൈക്കിൾ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് റാങ്ക് കണ്ടെത്താം. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കാൽക്കുലേഷൻ അല്ല, നമ്മൾ ഈ തിയറത്തിലൂടെയാണ് നമ്മൾ റാങ്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇഫ് B is a cycle matrix of a connected graph G with n vertices and m edges, then rank of B is equal to m minus n plus 1. അപ്പോൾ B ഒരു സൈക്കിൾ മെട്രിക്സ് ആണ്. ആ ഒരു കണക്റ്റഡ് ഗ്രാഫിൻ്റെ സൈക്കിൾ മെട്രിക്സ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ n വേർട്ടിസസും m എഡ്ജസുമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് m മൈനസ് n പ്ലസ് 1 ഇസ് m മൈനസ് n പ്ലസ് 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസായിട്ട് അല്ലെങ്കിൽ രണ്ട് സ്റ്റേജായിട്ടാണ് നമ്മളിതിനെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ റാങ്ക് ഓഫ് B is greater than or equal to m minus n plus 1 എന്നും, അതുപോലെ ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ റാങ്ക് ഓഫ് B is less than or equal to m minus n plus 1. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കമ്പൈൻ ചെയ്താൽ വരുന്നത് റാങ്ക് ഓഫ് B is equal to m minus n plus 1. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇതിനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സാമ്പിൾ, അതായത് ഫസ്റ്റ് നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു നേരത്തെ നോക്കിയ ആ ഒരു എക്സാമ്പിളും വെച്ച് തന്നെ നമുക്ക് ഇതിലോട്ട് പോവാം, പ്രൂഫിലോട്ട്. So let G be a connected graph with m vertices and n edges എന്ന് നമ്മൾ എടുക്കുവാണ്. m vertices n edges ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഒരു കറക്ഷൻ ഉണ്ട്. ലെറ്റ് G be a connected graph with n vertices and m edges ആയിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്, n vertices m edges. സോ ഒരു ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സിൻ്റെ BF, അതായത് നമ്മൾ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സിനെ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? BF എന്നാണ്. അതിൻ്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് m മൈനസ് n പ്ലസ് 1 ബൈ m. അതെങ്ങനെയാണ് BF is m മൈനസ് n പ്ലസ് 1 ബൈ m എന്നുള്ളത്? നമുക്കൊരു എക്സാമ്പിൾ എഴുതുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ ഇതാണ് എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ എക്സാമ്പിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഒരു സ്പാനിങ് ട്രീയുടെ കൂടെ നമ്മൾ ഒരു കോഡ് എഡ്ജ് ജോയിൻ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ സൈക്കിൾ ഫോം ആവുന്നുണ്ട്. അങ്ങനെ എത്ര സൈക്കിൾസ് വരുന്നുണ്ട്? 3 സൈക്കിൾസ് നമുക്കിവിടെ ഫോം ആവുന്നുണ്ട്. ഒരെണ്ണം Z1, Z2 ആൻഡ് Z3. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ എടുക്കുന്ന വേർട്ടിസസ്, നമ്പർ ഓഫ് വേർട്ടിസസ് n is equal to, നമ്മളിവിടെ എടുക്കുന്നത് 5 ആണ്. കാരണം നമ്മുടെ എത്ര വേർട്ടിസസ് ആണ് നമുക്കിവിടെ വരുന്നത്? V1, V2, V3, V4, V5. നോക്കിക്കേ, 1 2 3 4
5 വേർട്ടിസസ് ആണ് നമുക്കിവിടെ വരുന്നത്. അതുപോലെ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ് വരുന്നത്? 7 എഡ്ജസ് ആണ് വരുന്നത്. അപ്പോൾ n is equal to 5 ആൻഡ് m is equal to 7 ആണ് നമുക്കിവിടെ വരുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്ന റോ, അതായത് ഈ എക്സാമ്പിൾ നമുക്ക് നോക്കുമ്പോൾ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3 rows and 7 columns. The order of the matrix is 3/7. അപ്പോൾ ഈ 3/7 വരണമെങ്കിൽ, അതായത് സ്പാനിങ് ട്രീ നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? നമ്മുടെ സ്പാനിങ് ട്രീയിൽ നമുക്കിവിടെ വരുന്ന എഡ്ജസ്, അതായത് സ്പാനിങ് ട്രീ വരുന്ന എഡ്ജസ് എന്ന് പറയുന്നത് 4 എഡ്ജസ് ആണ്. ഇവിടെ സ്പാനിങ് ട്രീ എഡ്ജസ് ഈക്വൽ ടു 4 ആണ്. കോഡ് എഡ്ജസ് 3 ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ എടുക്കേണ്ടത്, അതായത് n-1 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 4. നൗ ഇനി കോഡ് എഡ്ജസ്, അതായത് mu is equal, നമുക്ക് കോഡ് എഡ്ജസിനെ mu എന്ന് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് us take mu is equal to 3. നമുക്ക് ഇവിടെ വരുന്നത്, അതായത് നോർമലി നമ്മൾ ഒരു എഡ്ജിൻ്റെ കൂടെ, അതായത് ഒരു കോഡ് എഡ്ജ് നമ്മൾ ഒരു സ്പാനിങ് ട്രീയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ഫണ്ടമെൻ്റൽ സൈക്കിൾ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് എടുക്കുമ്പോൾ ഇൻ ജനറൽ പൊതുവേ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 3/7 ആണ്. അപ്പോൾ ഇതിനകത്ത് Z1 എന്ന് പറയുന്നത് corresponds to the fundamental circuit of E2. E2ൻ്റെ ഫണ്ടമെൻ്റൽ സർക്യൂട്ടാണ്. നമ്മൾ ഈ എക്സാമ്പിൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് E1, E4, E5, E7 എന്ന് പറയുന്നത് സ്പാനിങ് ട്രീയുടെ എഡ്ജസ് ആണ്. അതുപോലെ E2, E3, E6 ഈ സ്പാനിങ് ട്രീയുടെ കൂടെ നമുക്ക് ഒരു എഡ്ജ്, അതായത് E2 എന്ന എഡ്ജാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നതെങ്കിൽ, ഇഫ് ഐ ആഡ്, അതായത് ഈ സ്പാനിങ് ട്രീയിൽ E1, E4 ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പാനിങ് ട്രീ. ഈ സ്പാനിങ് ട്രീയുടെ കൂടെ ഞാൻ ഇപ്പോൾ ഒരു എഡ്ജ് ഞാനിപ്പോൾ E2 ആഡ് ചെയ്താൽ എനിക്കവിടെ ഒരു ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഫോം ആവുന്നുണ്ട്. ആ ഫണ്ടമെൻ്റൽ സർക്യൂട്ടിൽ ഏതൊക്കെ എഡ്ജസ് ആണ് വരുന്നത്? E1, E2, E4, E7 എന്ന് വരുന്നുണ്ട്. അപ്പോൾ Z1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ. E1, E3 ഇല്ല, E6 ഇല്ല, E5 ഇല്ല, E1, E2, E4, E7 ആണ് വരുന്നത്. അതുപോലെ Z2 എന്ന സർക്യൂട്ട് ഫോം ആവണമെങ്കിൽ E3 എന്ന എഡ്ജ് ഈ സ്പാനിങ് ട്രീയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ E3 എന്ന എഡ്ജ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇത് മാറ്റുവാണ്, ഇതാണ് സ്പാനിങ് ട്രീ. എന്നിട്ട് ഞാൻ ഈ ഒരു എഡ്ജ് ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഫണ്ടമെൻ്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത് E1, E3, E7 ആണ് ഫോം ആവുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ കറസ്പോണ്ടിങ്ലി E1, E3, E7 എന്ന എഡ്ജസിൻ്റെ താഴെ നമുക്ക് 1 ഇട്ട് കൊടുക്കുക, റിമൈനിങ് പ്ലേസസ് 0 ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ അടുത്ത കോഡ് എഡ്ജ് എന്ന് പറയുന്നത് E6 ആണ്. അപ്പോൾ E6നെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ, E6 ഇവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് എ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഓഫ് E5, E6, E7. സോ ദെയർഫോർ നമ്മൾ ഇവിടെ Z3 ഈക്വൽ ടു E5, E5 1, E6 1, E7 1 നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സർക്യൂട്ടും, ഓരോ Z1 എന്ന ഫണ്ടമെൻ്റൽ സർക്യൂട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് കറസ്പോണ്ട്സ് ടു ദ ഫണ്ടമെൻ്റൽ സർക്യൂട്ട് ഓഫ് ദ എഡ്ജ് E2. ഇനി Z2 ഫോം ആവുന്നത് ഈ E3 എന്ന എഡ്ജ് ആഡ് ചെയ്യുമ്പോഴാണ്. അതുപോലെ Z3 എന്ന സർക്യൂട്ട് ഫോം ആവുന്നത് E6 എന്ന എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ വരുന്ന കറസ്പോണ്ടിങ് ഫണ്ടമെൻ്റൽ സർക്യൂട്ടിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ എഡ്ജ് എന്ന് പറയുന്നത് BFൻ്റെ മെട്രിക്സ്, അതായത് BFൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത്, അതായത് m-n+1 ഇൻറ്റു m ആണ്. അപ്പോൾ m-n+1 ആകുമ്പോൾ വാട്ട് ഈസ് m-n+1? ദാറ്റ് ഈസ് ഈക്വൽ ടു 7. നമ്പർ ഓഫ് എഡ്ജസ് ഇസ് 7 മൈനസ് നമ്പർ ഓഫ് വെർട്ടിസസ് പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 plus 1 equal to 3. ഇനി number of edges, m is equal to number of edges equal to 7. So we are getting here the order of the matrix to be 3/7 ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ number of chord edges, അതായത് ഇതിൽ നമ്മൾ എടുക്കുന്ന chord edgesനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് mu. We consider the chord edges to be mu here.
സോ ഇവിടെ നമുക്ക് എത്ര കോഡ് എഡ്ജസ് ആണ് വരുന്നത്? mu is equal to 3. So n is the number of vertices, m is the number of edges and n minus 1 എന്ന് പറയുമ്പോൾ 4 ആണ്. നമ്പർ ഓഫ് കോഡ് എഡ്ജസിനെയാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ മ്യൂ എന്നാണ്. സോ നമ്പർ ഓഫ് കോഡ് എഡ്ജസ് ഇസ് ഈക്വൽ ടു മ്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വി ആർ കൺസിഡറിങ് ഹിയർ. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വി ക്യാൻ കൺസിഡർ ആസ് m മൈനസ് n പ്ലസ് 1 ബൈ m മെട്രിക്സ്. ദാറ്റ് മീൻസ് നമുക്ക് m ഇസ് ഈക്വൽ ടു 7 മൈനസ് 5 പ്ലസ് 1 ഈക്വൽ ടു 3 എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നോക്കാം. സോ ബിക്കോസ് ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സൈക്കിൾസ് ഇസ് m മൈനസ് 1. അപ്പോൾ നമുക്ക് എത്ര കോഡ് എഡ്ജസ്, ഫണ്ടമെൻ്റൽ സൈക്കിൾസ് എങ്ങനെ m മൈനസ് 1 ആവും? അതായത് നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് എത്ര കോഡ് എഡ്ജസ് ഉണ്ട്? 3 കോഡ് എഡ്ജസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എത്ര സൈക്കിൾ ഫോം ആവണം? വി ആർ ഫോമിങ് ഹിയർ, സി നമുക്ക് E2 E3 E6 കൊണ്ട് നമ്മൾ 3 ഫണ്ടമെൻ്റൽ സൈക്കിൾസ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മ്യൂ ഈക്വൽ ടു 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും 3 തന്നെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് കോഡ് എഡ്ജസ് ഇസ് ഈക്വൽ ടു നമ്മുടെ സ്പാനിങ് ട്രീയിൽ, അതായത് നമ്മുടെ സ്പാനിങ് ട്രീക്കകത്ത് ഓരോ കോഡ് എഡ്ജസ്, അതായത് സ്പാനിങ് ട്രീ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്ന എഡ്ജസിനെയാണ് നമ്മൾ കോഡ് എഡ്ജസ് എന്ന് പറയുന്നത്. ആ ഓരോ കോഡ് എഡ്ജസും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സൈക്കിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ mu is equal to m minus n plus 1. m minus n plus 1. See here, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ. G be a connected graph with n vertices and m edges. Then the fundamental cycle matrix BF, the order of the matrix is m minus n plus 1 by m. Because the reason, എന്തുകൊണ്ട് m minus n plus 1? The number of fundamental cycles is m minus n plus 1. നമുക്ക് ഫണ്ടമെൻ്റൽ സൈക്കിൾസ് എത്രയാണ് ഫോം ആവുന്നത്? 3 സൈക്കിൾസ് ആണ് നമുക്കിവിടെ ഫോം ആയിട്ടുള്ളത്. അതുപോലെ കോഡ് എഡ്ജസ്, നമ്പർ ഓഫ് കോഡ് എഡ്ജസ് നമുക്ക് എത്രയാണ് വരുന്നത്? കോഡ് എഡ്ജസും 3 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 ഫണ്ടമെൻ്റൽ സൈക്കിൾസ് ആയിരിക്കണം. സോ വാട്ട് ഈസ് മ്യൂ? മ്യൂ ഇസ് m മൈനസ് n പ്ലസ് 1. സോ ഈച്ച് ഫണ്ടമെൻ്റൽ സൈക്കിൾ ബീയിങ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 കോഡ്, ഒരു കോഡ് എഡ്ജ് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫണ്ടമെൻ്റൽ സൈക്കിൾ ഫോം ആവുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, അതിൽ ഓർഡറിലല്ല എങ്കിൽ ഇതിനെ നമ്മൾ ഒരു ഓർഡറിലാക്കണം. അത് എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യണം? അറേഞ്ച് ദ കോളംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് BF. അപ്പോൾ അതിൻ്റെ ഈ മെട്രിക്സിൻ്റെ കോളംസ്, അതായത് ഈ മെട്രിക്സിൻ്റെ കോളംസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം. എങ്ങനെ? അത് ഒരു ഓർഡറിലാക്കി നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതണം എന്ന് പറയുന്നുണ്ട്. അതായത് such that all the m minus n plus 1 chord corresponds to first m minus n plus 1 columns. അത് നമ്മൾ എങ്ങനെ ഓർഡറിലാക്കും? അതായത് ഓരോ കോഡ് എഡ്ജസിനെയും നമ്മളിങ്ങനെ ഫസ്റ്റ് എഡ്ജ് E2, അതായത് ഫസ്റ്റ് സൈക്കിൾ ഫോം ആവുന്ന എഡ്ജിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതുക, സെക്കൻഡ് സൈക്കിൾ ഫോം ആവുന്ന എഡ്ജിനെ നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതുക, തേർഡ് സൈക്കിൾ ഫോം, നമുക്കിത് ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. E2 E3 E6 എന്ന് പറയുമ്പോൾ E2 എന്ന് പറയുന്നത് ഫസ്റ്റ് സൈക്കിൾ ഫോം ആവുന്നുണ്ട്. സെക്കൻഡ് സൈക്കിൾ ഫോം ആവുന്നതിൽ നമുക്ക് സെക്കൻഡ് എഡ്ജ്, സെക്കൻഡ് കോളം കറസ്പോണ്ടിങ് എഴുതും. നമ്മൾ E6 E3 എന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് മാറ്റി ഓർഡറിൽ എഴുതണം എന്നാണ് പറയുന്നത്. ഇവിടെ അറേഞ്ച് ദ കോളംസ് ഓഫ് ദ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് BF such that all the m minus 1 n plus 1 chords corresponds to the first m minus n plus 1 columns. ഓരോ m മൈനസ് n പ്ലസ് 1 കോഡ്സ്, നമുക്ക് ഇവിടെ 3 കോഡ്സ് വരുന്നുണ്ട്. ആ 3 കോഡ്സും ഫസ്റ്റിൽ വരണം, അതായത് ഫസ്റ്റ് കോളത്തിൽ നമുക്ക് വരണം. ഫസ്റ്റ് 3 കോളംസ് എന്ന് പറയുന്നത് ഈ 3 കോഡ് എഡ്ജസിൻ്റെ കോളംസ് ആയിരിക്കണം. സീ ഹിയർ, നമ്മുടെ എക്സാമ്പിളിൽ E2 E3 E4 എന്ന്, E2 E3 E6 എന്ന് പറയുന്നത് ഇത് 3 കോഡ് എഡ്ജസ് ആണ്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് m മൈനസ് n പ്ലസ് 1 എന്നുള്ളത് നിങ്ങൾ ഓർക്കുമ്പോൾ ഇങ്ങനെ ഓർത്തോ, 3 edges. Arrange the columns of the fundamental cycles BF such that all the 3 chords corresponds to the first 3 columns. അപ്പോൾ നമുക്ക് m minus n plus 1 ആണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുവാണെങ്കിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. റീഅറേഞ്ചിങ് ദ റോ സച്ച് ദാറ്റ് ദ ഫസ്റ്റ് റോ correspond to the first fundamental cycle. അപ്പോൾ E2 എന്ന് പറയുന്നതാണ്, E3 ആണ് കിടക്കുന്നതെങ്കിൽ അതിനെ മാറ്റിയിട്ട് E2നെ ഇട്ട് കൊടുക്കുക.
നമുക്കിവിടെ ഫസ്റ്റ് സൈക്കിൾ, അതായത് ഫസ്റ്റ് സൈക്കിൾ ഫോം ആവുന്നതിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതുക, സെക്കൻഡ് സൈക്കിൾ ഫോം ആവുന്ന എഡ്ജിനെ സെക്കൻഡ് കോളത്തിൽ എഴുതുക, തേർഡ് സൈക്കിൾ ഫോം ആവുന്ന കോളത്തിനെ തേർഡ് കോളത്തിൽ എഴുതുക. അങ്ങനെ നമ്മൾ ഇതിനെ ഓർഡർ റീഅറേഞ്ച് ചെയ്യണം. ഇവിടെ നമുക്ക് റീഅറേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, ഈ എക്സാമ്പിൾ റീഅറേഞ്ച് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി അതിനുശേഷം അതുപോലെ ഫസ്റ്റ് കോളം കറസ്പോണ്ട്സ് ടു ദ ഫസ്റ്റ് കോഡും, അതുപോലെ സെക്കൻഡ് റോ നമ്മൾ വരുന്നത് എങ്ങനെ, ഫണ്ടമെൻ്റൽ സൈക്കിൾ ഫോം ആവുന്നത് സെക്കൻഡ് കോഡിലൂടെയാണ്. അങ്ങനെ E2 E3 E6 എന്ന് നമ്മൾ എക്സെട്ര അങ്ങനെ എല്ലാത്തിനെയും നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മുടെ ഈ കോഡ് എഡ്ജിൻ്റെ മെട്രിക്സ് ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ലൈക്ക് ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ. ഇത് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിൽ നമുക്കിവിടെ ഫോം ആവുന്നുണ്ട്. ബട്ട് ബാക്കിയുള്ള സ്പാനിങ് ട്രീ എഡ്ജസിൻ്റെ മെട്രിക്സിനെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല, വി ജസ്റ്റ് ഡോണ്ട് ബോദർ അബൌട്ട് ദാറ്റ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് വരുന്നത്. അതായത് കോഡ് എഡ്ജസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ. കോഡ് എഡ്ജസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഇറ്റ് ഈസ് മ്യൂ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓൺ ദ കോഡ് എഡ്ജസ്, അതിനെ ഞാൻ ഇങ്ങനെ ഒരു നൊട്ടേഷൻ ഇടുവാണ്, IU ആൻഡ് BT. അപ്പോൾ മെട്രിക്സ് ഫോം ഓഫ് IU, BT എന്ന ഫോർമാറ്റ്. BT എന്ന് പറയുന്നത് ബാക്കി സ്പാനിങ് ട്രീയുടെ എഡ്ജസിൻ്റെ വരുന്ന ഇൻസിഡൻസ് മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്തു, അതിനുശേഷം നമ്മൾ സ്പാനിങ് ട്രീയുടെ മെട്രിക്സ്, ഫണ്ടമെൻ്റൽ മെട്രിക്സ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. IU എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ദ ഓർഡർ. അതിൽ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആൾറെഡി നോട്ട് ചെയ്തു, M-n+1. അതുപോലെ BT എന്ന് പറയുന്നത് ബാക്കി വരുന്ന സ്പാനിങ് ട്രീയുടെ മെട്രിക്സ് ആണ്. അപ്പോൾ റിമൈനിങ് മെട്രിക്സ് വിത്ത് ദ ഓർഡർ, അപ്പോൾ ഓർഡർ ഇസ് മ്യൂ ഇൻറ്റു n-1. മ്യൂ ബൈ n-1 എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ്, നമ്മുടെ ഇതിൽ n-1 ബാക്കിയുള്ള എഡ്ജസിലെ കോളംസ് എത്രയാണ് ഈ മെട്രിക്സിൻ്റെ, അതായത് ഈ ഒരു മെട്രിക്സ് BTയുടെ ഓർഡർ എന്തായിരിക്കും, ഹൗ വിൽ യു ഫൈൻഡ് ദ ഓർഡർ ഓഫ് BT? അപ്പോൾ BTയുടെ ഓർഡർ അവർ പറയുന്നത് മ്യൂ ബൈ n-1 ആണ്. ശരി, നമ്പർ ഓഫ് കോളംസ് ഇവിടെ നോക്കാം, 1 2 3 4 ആണ് നമുക്കിവിടെ വരുന്നത്. 4 കോളംസ് ആണ് നമ്മുടെ ഇതിലായിട്ട് വരുന്നത്. അപ്പോൾ n ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ എന്താണ് എടുത്തിരിക്കുന്നത്, ഇറ്റ് ഇസ് ഈക്വൽ ടു 5, n-1 ഈക്വൽ ടു 4. അപ്പോൾ കൊറസ്പോണ്ടിങ്ലി BT മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n-1 എന്ന് പറയുമ്പോൾ 4. ഇനി മ്യൂ നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്, നമ്പർ ഓഫ് കോഡ് എഡ്ജസ്. നമ്പർ ഓഫ് കോഡ് എഡ്ജസ് എത്രയാണ് വരുന്നത്, അതായത് മ്യൂ ഈക്വൽ ടു 3. നമ്പർ ഓഫ് കോഡ് എഡ്ജസ് എത്രയാണോ അതുപോലെ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സൈക്കിൾസും എത്രയായിരിക്കും, ഫണ്ടമെൻ്റൽ സൈക്കിൾസ്, നമ്പർ ഓഫ് കോഡ് എഡ്ജസും മ്യൂ ആണ്, നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ സൈക്കിൾസും എന്താണ്, അതും മ്യൂ തന്നെയാണ്. കാരണം എത്ര കോഡ് എഡ്ജസ് ഉണ്ടോ അത്രയും ഫണ്ടമെൻ്റൽ സൈക്കിൾസ് ആയിരിക്കും ഫോം ആവുന്നത്. ദാറ്റ് മീൻസ് മ്യൂ ഇസ് ഓൾസോ ഈക്വൽ, ഫണ്ടമെൻ്റൽ സൈക്കിൾസും 3 ആണ്. സോ ദെയർഫോർ ഇവിടെ നമുക്ക് 3/4 എന്ന് എഴുതാം, 3 rows 4 columns. അപ്പോൾ BT എന്ന മെട്രിക്സിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് 3/4 ആയിരിക്കും. സോ നമുക്കിവിടെ വരുന്ന മെട്രിക്സ് ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് വരുന്നുണ്ട്. ഇറ്റ് ഇസ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ മ്യൂ ഈക്വൽ ടു M-n+1 ആൻഡ് BT ഈസ് ദ റിമൈനിങ് മെട്രിക്സ് വിത്ത് ദ ഓർഡർ മ്യൂ ബൈ n-1 കറസ്പോണ്ടിങ് ടു ദ ബ്രാഞ്ച് എഡ്ജസ് ഓഫ് ദ സ്പാനിങ് ട്രീ. അതുകൊണ്ടാണ് ട്രീ ആയതുകൊണ്ടാണ് BT എന്നെടുത്തിരിക്കുന്നത്. സോ BF ദ ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ ഐഡൻറ്റിറ്റി മെട്രിക്സ് ദ സ്പാനിങ് ട്രീ മെട്രിക്സ്. സോ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയത് കാരണം ബാക്കിയുള്ള മെട്രിക്സിൻ്റെ കാര്യം നമുക്കറിയണ്ട. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, നമ്പർ ഓഫ് നമുക്ക് കണ്ണു അടച്ച് തന്നെ പറയാം, പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതല്ലേ വരുന്നത്, 1 0 0 0 1 0 0 0 1. കാരണം ഇത് ഒരു റോ മറ്റൊരു റോയെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇവിടെ വരുന്ന മെട്രിക്സ്. അങ്ങനെ ആകുമ്പോൾ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ, 3 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മ്യൂ അല്ലേ. മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് M-n+1. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഈക്വൽ ടു M-n+1 എന്ന് വരുന്നുണ്ട്. സോ ദ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ഇസ് ഈക്വൽ ടു M-n+1. Now
ഇവിടെ നമ്മൾ ബി എഫ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ സൈക്കിൾ മെട്രിക്സ് ആണ്. ബട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? ബി ഈസ് എ സൈക്കിൾ മെട്രിക്സ്. ബി ഈസ് എ സൈക്കിൾ മെട്രിക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബി എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് മെട്രിക്സ് ഓഫ് ബി. ബിയുടെ സബ് മെട്രിക്സ് ആണ് ബി എഫ്. ബി എഫിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് m-n+1 ആണ് എന്ന് നമുക്കിവിടെ കിട്ടി. പക്ഷെ തീർന്നിട്ടില്ല. സിൻസ് ബി എഫ് ഇസ് എ സബ് മെട്രിക്സ്, ഇതാ അവിടെ വരുന്നുണ്ടല്ലോ, ബി എഫ് ഇസ് എ സബ് മെട്രിക്സ് ഓഫ് എ സൈക്കിൾ മെട്രിക്സ് ബി. അപ്പോൾ റാങ്ക് ഓഫ് ബി എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ബി എഫിനെക്കാളും കൂടുതലായിരിക്കും. സോ റാങ്ക് ഓഫ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m-n+1. അങ്ങനെ നമ്മൾ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വെക്കുന്നു. അതിനുശേഷം ഇനി നമുക്ക് എന്താണ് ഇവിടെ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. നിങ്ങൾ ഇത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം, വേറെ ഒന്നും വേണ്ട. ഒരു ഇൻസിഡൻസ് മെട്രിക്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതായത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് കോൺക്രുവൻറ്റ് ടു 0 മോഡ് 2. ഈ തിയറത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നിങ്ങൾ പ്രൂഫ് പഠിക്കേണ്ട, പകരം ഇതിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ ഓർത്തു വയ്ക്കുക. എ ബി ഇസ് കോൺക്രുവൻറ്റ് ടു 0 മോഡ് 2. അപ്പോൾ ഇനി ഒരു കാര്യമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഒരു പാർട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്തു, റാങ്ക് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m-n+1. ഇനി നമ്മൾ കോൺവേഴ്സ് പാർട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കോൺവേഴ്സ്ലി നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത്, ടു പ്രൂവ് ദാറ്റ് റാങ്ക് ഓഫ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m-n+1 എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു തിയറം, ഈ രണ്ട് തിയറത്തിൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഒന്ന് സിൽവെസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നുണ്ട്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫ്രം ലീനിയർ ഓൾജിബ്രയാണ് ഇത് വരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് എവിടെയാണ്? ലീനിയർ ഓൾജിബ്രയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പഠിക്കുക. അതായത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി, റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി. രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി -n is less than or equal to rank of a b. So therefore rank of a plus rank of b minus n is less than or equal to rank of a b. അപ്പോൾ ഇവിടെ നമുക്ക് എ ബിക്ക് പകരം ബി ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇവിടെ ബിക്ക് പകരം ബി ട്രാൻസ്പോസ് ഇടുക. റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ട്രാൻസ്പോസ് മൈനസ് എൻ. എൻ എന്ന് പറയുന്നത് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു the number of edges. So therefore rank of a plus rank of b minus m is less than or equal to rank of a b the whole transpose എന്ന് നമ്മൾ എഴുതുന്നു. അതിനുശേഷം ഇവിടെ ബട്ട് നമുക്കറിയാം the transpose of the matrixനും റാങ്ക് ഓഫ് ദ മെട്രിക്സിനും റാങ്ക് സെയിം ആയിരിക്കും. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഇയറിൽ. ട്രാൻസ്പോസ് മെട്രിക്സിനും ഒറിജിനൽ മെട്രിക്സിൻ്റെ റാങ്ക് സെയിം ആയിരിക്കും. അപ്പോൾ ഈ റാങ്ക് ഓഫ് ബി ഈ ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ബി ആണ്. അപ്പോൾ നമുക്ക് ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടീഷൻ, എ ബി ഇസ് കോൺക്രുവൻറ്റ് ടു 0 ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബി ദ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനും എടുക്കാം. ഇതിൽ നിന്ന് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കൊണ്ടുവരാം, ദാറ്റ് റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 0. ഇത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആൻസർ, അതായത് റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി, ഈ ആൻസർ ഇത് വന്നിട്ട് റാങ്ക് ഓഫ് ബി എന്ന് കൊടുക്കുക. അതുപോലെ ഈ ആൻസർ 0 എന്ന് ഇട്ട് കൊടുക്കുക. അന്നേരം നമുക്ക് വരുന്ന ആൻസർ ഇതാണ്. സോ ദെയർഫോർ റാങ്ക് ഓഫ് ബി ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m മൈനസ് റാങ്ക് ഓഫ് എ. അപ്പോൾ ഇത് ഒരു ഇൻസിഡൻസ് മെട്രിക്സ് ആയത് കാരണം നമ്പർ ഓഫ് വേർട്ടിസസ് n ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇൻസിഡൻസ് മെട്രിക്സ് റാങ്ക് ഓഫ് എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n-1. ഇത് നമ്മൾ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ m മൈനസ് ഓഫ് n-1, that means rank of b is less than or equal to m-n+1. സോ നമുക്കിവിടെ കിട്ടി റാങ്ക് ഓഫ് ബി is less than or equal to m-n+1. അങ്ങനെ നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് വയ്ക്കുക. ആൾറെഡി ഇവിടെ വേറൊരു ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ നമ്പർ 1.
അതിൽ നിന്ന് നമുക്ക് എന്താണ് റാങ്ക് ഓഫ് ബി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം മൈനസ് എൻ പ്ലസ് വൺ എന്ന് വരുന്നുണ്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ കമ്പൈനിങ് 1 and 3 വി ഗെറ്റ് റാങ്ക് ഓഫ് ബി ഈസ് ഈക്വൽ ടു എം മൈനസ് എൻ പ്ലസ് വൺ. ഹെൻസ് വി ഹാവ് പ്രൂവ്ഡ് ഹിയർ. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ലെറ്റ് എ ബി ആൻ ഇൻസിഡൻസ് മെട്രിക്സ് ഓഫ് ജി, ദെൻ എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 2. അപ്പോൾ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് എ ബി the whole transpose will be equal to 0. ഈ കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് ഒന്നും ഇവിടെ ആവശ്യമില്ല. ഇനി സിൽവസ്റ്റേഴ്സ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. റാങ്ക് ഓഫ് സിൽവസ്റ്റേഴ്സ് തിയറം അല്ലെങ്കിൽ സിൽവസ്റ്റേഴ്സ് റാങ്ക് ഇനീക്വാലിറ്റി എന്നാണ് പറയുന്നത്. ഇഫ് എ ആൻഡ് ബി ഓർ മെട്രിസസ് ഓഫ് ഓർഡർ n, so if a and b are matrices of order m by n and n by k, then rank of a is less than plus rank of b transpose minus m is less than or equal to rank of ab. ഇവിടെ rank of a plus rank of b minus n is less than or equal to rank of ab. ഇവിടെ a bക്ക് പകരം b ട്രാൻസ്പോസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കറിയാം ബിക്കും ബി ട്രാൻസ്പോസിനും റാങ്ക് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബി ആയിരിക്കും വരുന്നത്. റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി മൈനസ് എം ഇസ് ഈക്വൽ ടു 0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വരുന്നുണ്ട്. റാങ്ക് ഇൻസിഡൻസ് മെട്രിക്സ് ആയത് കാരണം റാങ്ക് ഓഫ് എ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n minus 1. So hence we say that rank of b is less than or equal to m minus n plus 1. Equation 1 and 3 combine ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് rank of b is equal to m minus n plus 1. Hence the proof. So hope you could have understood this proof. If you have any doubts, please give me a message. Thank you.